വസീഫ്, എങ്ങനെയുണ്ട് മലപ്പുറത്തിന്റെ വൈബ്? നിങ്ങളിപ്പോ വന്ന സമയത്ത് കണ്ടു നിങ്ങളുടെ ഒരു പ്രതികരണം, അവരുടെ ഒരു മുഖഭാവവും എല്ലാം വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിക്കുന്നത്. അവരുടെ ഇടയിലുള്ള ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം DYFI ഇപ്പോൾ കേരളത്തിലെ ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ടി വരില്ല. നേരത്തെയൊക്കെ ഒരു സമര സംഘടന എന്നുള്ള നിലക്ക് നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു സംഘടന ഇന്ന് ഈ നാട്ടിലെ ഒരു അനിവാര്യമായ, അതായത് അവരുടെ ഇടയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് എന്നും അവരുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയായി മാറി. അത് പ്രത്യക്ഷത്തിൽ അവരുടെ അടുത്തേക്ക് എത്തിയതിൻ്റെ കാരണം കോവിഡ് കാലം, നമ്മുടെ പ്രളയ കാലഘട്ടം, അങ്ങനെ ഈ മഹാമാരിയുടെയും പ്രളയത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലുള്ള DYFIയുടെ ഇടപെടലുകൾ, മെഡിക്കൽ കോളേജുകളിലെ ഇടപെടലുകൾ, കളിക്കളങ്ങളിലെ ഇടപെടലുകൾ, അങ്ങനെ ഒരു ലൈവായി ഈ യുവജനങ്ങളെ സംഘടിപ്പിച്ച് എല്ലാ പ്രതിസന്ധികൾക്കും അറുതി വരുത്തുന്നതിനുള്ള പോരാട്ടവും, അതാണ് ഒരേ സമയം ചെറുപ്പക്കാരുടെ എല്ലാ സർഗാത്മക പ്രവർത്തനങ്ങളുടെയും നേതൃത്വം, ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ നേതൃത്വം, അതോടൊപ്പം തന്നെ സമരോത്സുകമായ ഒരു യൗവനം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്ന, അതിലൊരു പ്രവർത്തകൻ എന്നുള്ള നിലക്ക് കിട്ടുന്ന ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ഏത് സമയത്തും അവൈലബിളാണ് എന്നുള്ളൊരു ഫീല് ഇവർക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ജനപ്രതിനിധി എന്നൊക്കെ പറയുമ്പോൾ മലപ്പുറത്ത് എപ്പോഴും നിങ്ങൾക്കറിയാലോ, ഒരു വൺ സൈഡാണ്. അങ്ങനെ വൺ സൈഡായി ഒരാൾ ജയിച്ചു പോകുന്ന സമയത്ത് അതിനോടൊരു താല്പര്യക്കുറവ് പൊതുവെ ഉണ്ട്. കാരണം അവരെ സ്വാഭാവികമായിട്ട് ഇതൊരു ചവിട്ടുപടിയായി കാണുന്നു. അപ്പോൾ കാണാപറയത്താകുന്നു ജനപ്രതിനിധികൾ. അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന അവരുടെ കൂടെ അവരുടെ ആശങ്കകൾ പങ്കുവെക്കാനും അവർക്ക് ഈ ധൈര്യം പകരാനും ഒക്കെ ഒരു പരിമിതിയുമില്ലാതെ ഈ പോരാട്ടത്തിന്, സംഘപരിവാരത്തിനെതിരെയുള്ള പോരാട്ടത്തിന് കൂടെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണം എന്ന് അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. വസീഫിന് എന്താ വെച്ചാലേ, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ഉള്ള കാലഘട്ടം മുതൽ നമ്മളൊപ്പം ഉള്ള അടുത്ത സുഹൃത്താണ് വസീഫ്. കോളേജ് യൂണിയൻ ഇലക്ഷനിൽ മത്സരിക്കുന്നു. ഈ ഒരു പാർലമെന്റ് രംഗത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ? എങ്ങനെയുണ്ട് മലപ്പുറത്തെ മത്സരം? ഇത് നമ്മൾ ഈ ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കാണുകയാണ്. കാരണം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ പറയപ്പോഴും ഈ കുറച്ചുകൂടി സ്പോണ്ടേനിയസ് ആയിട്ട്, ഇപ്പോൾ നമ്മളൊരു വിഷയം മുന്നോട്ട് വെക്കുന്നു, അത് ക്ലാസ് റൂമുകളിൽ ക്യാമ്പയിൻ ചെയ്യുന്നു. ഇപ്പോൾ കുട്ടനായാലും ശരത്തേട്ടനൊക്കെ അത് കാണുന്നതാണ്. അതേ സമയത്ത് തന്നെ അതിന് കൗണ്ടർ വരും, ഉടനെ തന്നെ വരും, വീണ്ടും നമ്മൾ കൗണ്ടർ അടിക്കും. അപ്പോൾ അങ്ങനെ തുടർച്ചയായി വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരുടെ മനസ്സിൽ ഇടം പിടിച്ചാൽ മാത്രമേ ക്യാമ്പസിൽ ജയിക്കൂ. ഇപ്പോഴുള്ള ഈ പ്രചരണമൊക്കെ ആളുകൾ SFIയെ തകർക്കാനും ആക്ഷേപിക്കാനൊക്കെയാണ്. പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താ? ക്യാമ്പസിലെ പൾസ് അറിയുന്ന, അവർക്കിടയിലുള്ള ആ കുട്ടികളുടെ മനസ്സിലിടം പിടിച്ച സംഘടനയാണ് എന്നുള്ള നിലക്ക് അങ്ങനെയുള്ളവർക്ക് ക്യാമ്പസിൽ ജയിക്കാൻ പറ്റും. അത് തന്നെ ഇവിടെ വസീഫ് ജയിച്ചതും MSFന്റെ കോട്ടയിലല്ലേ? അത് ആദ്യം ജയിച്ചത് MSFന്റെ കോളേജിലാണ്. അവർ തുടർച്ചയായി ജയിക്കുന്ന ക്യാമ്പസിലാണ്. ഞങ്ങൾ ഇതുപോലെ തന്നെ ആളുകളോട് ചേർന്ന് നിൽക്കാൻ, മനുഷ്യരോട് അടുത്ത് ഇടപെടാൻ ഉള്ള ഒരു ശ്രമമാണ് അന്ന് കുട്ടികളോടൊക്കെ നമ്മൾ നടത്തിയത്. അതേപോലെ ഇവിടെയും മനുഷ്യരോട് ചേർന്ന് നിന്നാൽ, അവരോട് സ്നേഹം കാണിച്ചാൽ, അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ അവർക്കുണ്ടായാൽ അവർ തീർച്ചയായിട്ടും തിരിച്ച് നമ്മെ സ്നേഹിക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. ആ സ്നേഹത്തിൽ ഞങ്ങൾ ജയിക്കും.